പലപ്പോഴും ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്നൊരു ലേബൽ സഞ്ജുവിൽ ഒട്ടിച്ചു വെക്കാൻ പല കോണിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. സഞ്ജു ഒരു T20 ബാറ്റ്സ്മാനാണ്. പലപ്പോഴും 5-6 പൊസിഷനുകളിലാണ് അദ്ദേഹം ഇന്ത്യക്കായി ബാറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ നേരിടാൻ കിട്ടുന്നത് കൂടിപ്പോയാൽ 10-15 പന്തുകൾ. സ്കോർ ബോർഡ് പ്രശ്നത്തെ തുടർന്ന് ബൗളർ ആരാന്ന് നോക്കാതെ ആദ്യ പന്തിൽ തന്നെ പലപ്പോഴും സഞ്ജുവിന് ആഞ്ഞടിക്കേണ്ടതായി വരുന്നു. അത് അദ്ദേഹത്തിന് വിക്കറ്റിൽ കലാശിച്ചേക്കാം. പക്ഷേ സഞ്ജു എന്ന പ്ലെയറിൻ്റെ ഇമ്പാക്റ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് ഇപ്പോൾ അദ്ദേഹത്തെ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സഞ്ജു ഒരു മാച്ച് വിന്നറാണ്. തൻ്റേതായ ദിവസം ഏതൊരു ബൗളിംഗ് നിരയും അടിച്ച് നിലം പരശാക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട്. അത് പലകുറി അദ്ദേഹം IPL തെളിയിച്ചാണ്. ഈ അടുത്തായി ഏകദിനത്തിലും അദ്ദേഹം തൻ്റെ കന്നി സെഞ്ചുറി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഉറപ്പിക്കാം ഇനി വരാൻ പോകുന്നത് സഞ്ജുവിൻ്റെ നാളുകളാണ്. സഞ്ജു ഭാവിയിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായി മാറുന്നത് നമുക്ക് സ്വപ്നം കാണാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2024 IPL സീസണിലും സഞ്ജു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. റൺവേട്ടയിൽ മുൻനിരയിൽ തന്നെ അദ്ദേഹമുണ്ട്.